ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്നിവിടെ കാണിച്ചേക്കുന്നത് ഓട്സിൻ്റെ പുട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഒരു മിക്സിയിൽ ജാർ എടുത്തിട്ട് ഓട്സ് ഇച്ചിരി ഇട്ട് കൊടുക്കാം. അപ്പം ഇത് ഫസ്റ്റ് ഞാൻ പൊടിച്ചെടുക്കുകയാണേ. എന്നിട്ട് പൊടിച്ചു കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. ഓട്സ് നല്ല ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ളതായതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു, എല്ലാവർക്കും അരിയുടെയും ഗോതമ്പിൻ്റെയും പിന്നെ കഴിച്ച് മടുക്കുന്നവരാണെങ്കിലും ഈ ഒരു വെറൈറ്റിക്ക് വേണ്ടി നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഓട്സ് നന്നായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് വെള്ളം തളിച്ചതിന് ശേഷം നമ്മൾ പുട്ടെങ്ങനെയാണോ കുഴയ്ക്കുന്നത് അതിനുശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ എന്നിട്ട് ഇട്ട് കൊടുത്തത് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ചൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ കട്ട ആയിട്ട് കിടക്കുന്നതൊക്കെ ഉണ്ടല്ലോ, അത് ഒന്നും കൂടി ഒന്ന് ഞാൻ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കുകയാണ്. ഇനി കുറച്ച് തേങ്ങ തിരുവി എടുക്കുക. ഇതിപ്പം ഫസ്റ്റ് ഞാൻ ആവി കയറ്റി കേട്ടോ. ആദ്യത്തെ പുട്ട് ആവിയിട്ടിട്ടുണ്ടായിരുന്നു. ഇനി രണ്ടാമത്തെ പുട്ടും കൂടി ആവിയിറ്റ് ചെയ്ത് നോക്കാം. അപ്പം അത് വെന്തിട്ടുണ്ടേ. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല തരിയായിട്ട് തന്നെ കുഴപ്പമില്ലാതെ രീതിയിൽ വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഓട്സിൻ്റെ പുട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് എളുപ്പത്തിന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഒന്നാന്തര പുട്ട് തന്നെയാണ്. ഇനി കുറച്ചും കൂടി മാവിരിപ്പുണ്ടായിരുന്നല്ലോ പുട്ടിന് നനയ്ക്കാൻ. കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഞാൻ പുട്ടുകുറ്റിയിലേക്ക് കുറച്ചായിട്ട് ഇടുകയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ കഴിക്കാൻ ഇഷ്ടമെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും കഴിക്കാവുന്ന. ഇതിൻ്റെ കൂടെ മീൻ പൊരിച്ചതോ മീൻ കറിയോ അല്ലെങ്കിൽ പഴമോ പപ്പടമോ പയറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്ത് കഴിക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അല്ല, ഓട്സ് കാച്ചി കുടിച്ച് മടുക്കുന്നവർക്ക് വെറൈറ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒന്നാന്തര പുട്ട് തന്നെയാണ് കേട്ടോ, ഓട്സിൻ്റെ പുട്ട്. അപ്പം ഞാൻ ഇതിലേക്ക് തേങ്ങ മുകളിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇത്രയേ ഉള്ളൂ. അപ്പം വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് നന്നായിട്ടൊന്ന് അടിച്ചതിന് ശേഷം കുഴയ്ക്കുക. ഇത്രയേ ഉള്ളൂ.